ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനമുണ്ടാകട്ടെ. യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ ആദരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിലനിന്ന രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ.
ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത്, ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവാകുന്നു. നമ്മുടെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറെ കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാൻ, കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും ദൈവത്തിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാലവൻ വിശുദ്ധ വഴികളിൽ കൂടി നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറവീൻ. നമുക്ക് നമ്മുടെ കുറവുകളെ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും വിനയത്തോടും അനുതാപഹൃദയത്തോടും ഏറ്റുപറഞ്ഞ് പാപക്ഷമയ്ക്കായി ദൈവസന്നിധിയിൽ യാചിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളെ പാപം വിരോധമായി പാപം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഭാവനമാം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങളെ നീതി വിട്ടാകുന്നില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തും ഞങ്ങളുടെ സർവ്വങ്ങളോട് ക്ഷമിക്കണമേ. നിരപരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെളിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ വളർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയവും ക്ഷേപ്പാൻ പ്രാർത്ഥന നൽകണമേ. നിന്റെ നാമത്തിന് മഹത്വത്തിനായി ജീവനപഥകത്തിൽ മേലാലങ്ങി സേവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. നിർബന്ധമായ യേശുക്രിസ്തു മൂലം ഞങ്ങളപേക്ഷിക്കുന്നു. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപ കേൾപ്പീൻ.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നെന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമീൻ. ദൈവമേ നിനക്ക് സ്തോത്രം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പെന്തക്കോസ്തിന്റെ 7-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. സർവശക്തനായ ദൈവമേ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്ത് ഫലം കായ്ക്കുന്നത് പോലെ ലൗകികതയെ അതിജീവിക്കുവാനും നിത്യജീവനെ സ്നേഹിക്കുവാനും സാധാരണ ജനങ്ങളെ നീ വിളിച്ചുവല്ലോ. തിരുവചനത്തെ ധ്യാനിക്കുവാനും വ്യാഖ്യാനിക്കുവാനുമുള്ള അറിവും പരിജ്ഞാനവും അവിടുന്ന് ഞങ്ങൾക്ക് പകർന്നു നൽകണമേ. ദൈവശാസ്ത്ര പഠനത്തിലേർപ്പെടുവാൻ യുവജനങ്ങൾക്ക് മാർഗദർശനവും പ്രചോദനവും നൽകണമേ. വൈദിക വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നീതിയും ന്യായവും സമാധാനവും നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിക്കായി പ്രവർത്തിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി ജീവിച്ചു വാഴുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 125-ാം സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി ഉപയോഗിക്കാം. സങ്കീർത്തനം 125. ാം സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി നമുക്ക് ഉപയോഗിക്കാം. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേലിരിക്കുകയില്ല. എന്നാൽ വളഞ്ഞ വഴിയിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ പോകുമാറാകട്ടെ. ഇസ്രായേലിന്മേൽ സമാധാനം വരുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും. സുവിശേഷം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യം മുതൽ 28 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യം മുതൽ 28-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് പുതോദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുത്ത് വന്നു. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വന്നു അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു.
അതിനവൾ, അതേ കർത്താവെ, നായ്ക്കുട്ടികൾക്കും ഉടയവരുടെ മേശയിൽ വീഴുന്ന നുറുക്കൽ തിരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്നിഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴി മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഇത് കർത്താവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ജ്ഞാനകീർത്തനങ്ങളിൽ 187-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 187-ാമത്തെ കീർത്തനം. ശുദ്ധദിവ്യഗ്രന്ഥമേ, സ്വന്തനിക്ഷേപം നീമേ, എന്നുൽപാവം നീ ചോർന്നു, എന്നവസ്ഥയൊക്കെയും ഞാൻ തെറ്റുമ്പോൾ ശാസിക്കൂ. യേശു സ്നേഹം നീ കാട്ടൂ. കാലുകൾക്കു നീ ദീപം, ചോലും ശിക്ഷയില്ലെന്നും ആശ്വാസം നീ ദുഃഖത്തിൽ, ആത്മാവഗ്രഹിപ്പിക്കൂ. ജീവവിശ്വാസമാരൻ ജീവിക്കും തലവരെ വണക്കം നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ശ്വാസത്താൽ മനുഷ്യന് ജീവൻ നൽകി ഞങ്ങളുടെ ദൈവമേ, സംഗീതാവേ, ഈ അനുഗ്രഹമേറിയ പ്രഭാത സമയത്തിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബലഹീനരാമണികൾക്ക് കർത്താവേ, ഇന്ന് ഈ ആരാധനയിൽ പങ്കുചേരുവാൻ ദൈവം കൃപയറിഞ്ഞതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. ദൈവമേ, മാറ്റമില്ലാത്ത അങ്ങയുടെ വചനം അത് ഞങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളുടെയും പ്രയാസകരമായ സാഹചര്യങ്ങളുടെയും മധ്യത്തിൽ ഞങ്ങളുടെ വിശ്വാസങ്ങൾ ഉലഞ്ഞു പോകാതെ, അത് ശോഷിച്ചു പോകുവാനിടയാകാതെ കരുത്തോടെ, ബലത്തോടെ, നല്ല അടിത്തറകളോടെ കർത്താവെ കാത്തു സൂക്ഷിപ്പാൻ പറ്റണം. ദൈവം ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ വഴി നടത്താൻ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അനുഗ്രഹമേറിയ ഒരു ദിനത്തിൻ്റെ പ്രഭാതം ദൈവം നമുക്കെല്ലാവർക്കും നൽകുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രത്യേകിച്ച് രാവിലെ പലവിധമായ ബുദ്ധിമുട്ടുകളുമൊക്കെ അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പല തിരക്കേറിയ സാഹചര്യങ്ങളുമൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹത്തോടെ നടത്തുന്ന വിധങ്ങൾക്കും കൃപകൾക്കും ഞാൻ ദൈവത്തിന് ഹൃദയം നിറഞ്ഞ് നന്ദി അർപ്പിക്കുന്നു. ഇന്ന്
ഈ വിശുദ്ധമായ ദിവസം പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് പതിവിന് വിരുദ്ധമായിട്ട് സഭയുടെ കലണ്ടറിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു വേദഭാഗം എടുത്ത് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രത്യേകിച്ച് ഈ സാഹചര്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്കറിയാം 15 പേർക്ക് മാത്രമാണ് ഇന്ന് ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഏറെ താല്പര്യത്തോടെ ആരാധനയിൽ പങ്കുചേരുവാനുള്ള ആവേശവും താല്പര്യവും നമ്മളുടെ ഒട്ടനവധി സഭാജനങ്ങളിൽ കാണുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷം. എന്നാൽ ഒരു യുവതലമുറ ആരാധനയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ആത്മീയതകളിൽ നിന്നൊക്കെ വഴുതി മാറുന്നു എന്നുള്ളത് ഏറെ ഭയത്തോടും അതുപോലെ തന്നെ ഏറെ ഭീതിയോടും കൂടി നോക്കിക്കാണുക. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ പലരോടും സംസാരിക്കുമ്പോഴും പലരും പങ്കുവെക്കുന്നൊരു വലിയ ആശങ്കയും അത് തന്നെയാണ്. ഈ കോവിഡ് കാലം ഒരു തലമുറയെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു എന്നുള്ള സങ്കടകരമായ ഒരനുഭവം. കാരണം കാത്തിരുന്ന പോലെ എല്ലാത്തിൽ നിന്നും പിൻവാങ്ങുവാൻ ലഭിച്ച ഒരവസരം. ആരും ഒന്നിനും നിർബന്ധിക്കുകയില്ല. എല്ലാത്തിൽ നിന്നും വേണമെങ്കിൽ മാറി നിൽക്കാം, താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാം. അച്ഛന്മാർക്കും ചോദിക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ മുൻപിൽ എന്ത് തിരഞ്ഞെടുക്കണമെന്നുള്ളത് സ്വയം ഒരു വ്യക്തിയുടെ മാത്രം ചോയ്സായി മാറിയ ഒരു കാലത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. പല വീടുകളിലും നമ്മളുടെ യുവാക്കൾ അല്ലെങ്കിൽ ഒരു യുവതലമുറ, ഒരു 50 വയസ്സിന് താഴേക്കുള്ള ഒരു തലമുറയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പ്രാർത്ഥനകളില്ല, ദൈവവചനം വായിക്കുന്ന ശീലങ്ങളില്ല, പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളില്ല. അത് വളരെ ഗൗരവമായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്കറിയാം, ഒരു വേദഭാഗം വായിക്കുവാൻ പറഞ്ഞാൽ അത് വായിക്കുന്ന രീതി കാണുമ്പോൾ അറിയാം വേദഭാഗം വായിക്കുന്ന ഒരു ശീലമുണ്ടോയോ ഇല്ലയോ. അതുപോലെ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ അറിയാം ദിനവും വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുള്ള ഒരു വ്യക്തിയാണോ അല്ലയോ. ഇതൊക്കെ നമ്മളുടെ സഭയുടെ ആത്മീയതയിൽ നിന്ന് വളരെ അന്യം നിന്ന് പോകുന്ന, അല്ലെങ്കിൽ അതൊക്കെ മറന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കോവിഡ് കാലത്തെ നാം അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ട ഒരു സമയത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഈ ഒരു കോവിഡ് കാലത്തെ വളരെ അനുഗ്രഹത്തോടെ ഉപയോഗിച്ചതായിട്ട് നമുക്കറിയാം. കാരണം വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ജനിച്ച നാൾ മുതൽ മാമോദീസ മുക്കി സഭയുടെ അംഗമാക്കി എന്നെയും നിങ്ങളെയും തീർത്തു, ജന്മം കൊണ്ട് പാരമ്പര്യം കൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും നമ്മളുടെ അത്രയും വിശ്വാസ പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത എത്രയോ പേര് ഈ ദൈവത്തെ അറിയുന്നുണ്ടെന്നറിയാമോ ഈ ഒരു കാലഘട്ടത്തിൽ. അവിടെയാണ് പാരമ്പര്യ ക്രിസ്ത്യാനികളായ ഞാനും നിങ്ങളും ലജ്ജിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഇന്ന് നിലവിൽ നിൽക്കുന്നു. അതുകൊണ്ട് നാം ഇന്ന് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കുന്നുണ്ട്. ഇന്ന് വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളൊക്കെ പഠിക്കുന്നുണ്ട്. അതിൽ നിന്നൊന്നും യാതൊരു തർക്കവുമില്ല. കൺഫർമേഷൻ ക്ലാസ്സുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അവരതിൽ വളരെ ആക്റ്റീവായിട്ട് അവരതിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഭംഗിയായിട്ട് മുൻപോട്ട് പോകുമ്പോഴും വ്യക്തികൾ എന്നുള്ള നിലയിൽ ആത്മീയതയിൽ വളരെയേറെ മുന്നേറാനുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ. അതുപോലെ തന്നെ അവരെ ഒരുക്കുന്ന മാതാപിതാക്കൾ, അതിൽ യാതൊരു തർക്കവുമില്ല. അവരൊരു ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ അവരൊക്കെ മിടുക്കനാണ്, എല്ലാ കാര്യത്തിനും താല്പര്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വ്യക്തികൾ എന്നുള്ള നിലയിൽ അവരെ കുറച്ചും കൂടെ ഒരുക്കിയെടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ഒരു കോവിഡ് കാലം അനുഗ്രഹമാണോ ദുരന്തമാണോ എന്ന് ചോദിച്ചാൽ ചില വ്യക്തികൾക്ക് അനുഗ്രഹമാണ്, ചില വ്യക്തികൾക്ക് ദുരന്തമാണ്. കാരണം കുറേയേറെ പേർ അവരുടെ വിശ്വാസങ്ങളെ ഒന്ന് മൂർച്ച കൂട്ടിയെടുക്കുവാൻ, രാഗിയെടുക്കുവാൻ ഈ കാലം ഉപയോഗിച്ചു. എന്നാൽ ചിലർ
ഈ വിശ്വാസത്തിൽ നിന്നും പാടെ മാഞ്ഞു പോകുന്ന ഒരു സാഹചര്യമായിട്ട് ഈ കാലഘട്ടത്തെ ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് സുവിശേഷ വേദഭാഗമായിട്ട് വായിച്ചു കേട്ട മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. Then Jesus answered her, Woman, great is your faith. Be it done for you as you desire. And her daughter was healed instantly. ദൈവം എല്ലാവരുടെയും ദൈവമാണ് എന്നുള്ളതാണ് നമ്മളുടെ ഒരു സങ്കല്പം, ഒരു വിശ്വാസം. ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്ന മനുഷ്യൻ്റെ അതിരുകൾക്ക് അപ്പുറമാണ്. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അതിൻ്റെ 10-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യവനനും യഹൂദനും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരെയും അവിടുന്ന് തന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അവിടെ യഹൂദനും യവനനും എന്നില്ലാതെ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ആ വേദഭാഗത്തിൽ നാം വായിക്കുന്നു. ഞാൻ പറയും, ക്രിസ്തീയ മിഷൻ്റെ ദൗത്യത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത് ഈ ഒരു ചിന്തയാണ്. അതായത് ദൈവം യഹൂദന്മാരെ മാത്രമാണ് തന്നിലേക്ക് ആകർഷിക്കുന്നു എന്ന ചിന്തയാണെങ്കിൽ മറ്റുള്ള ആരോടും സുവിശേഷം പറയേണ്ട കാര്യമില്ല, അതിന് യാതൊരു അർത്ഥവുമില്ല എന്ന് തോന്നുന്നു. എന്നാൽ വേദപുസ്തകം അസന്നിഗ്ധമായിട്ട് നമ്മോട് പറയുകയാണ്, ദൈവം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൻ്റെ ദൈവമല്ല. യഹൂദനും യവനനും എന്ന ഒരു വേർതിരിവില്ലാതെ തന്നിലേക്ക് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു കാന്തിക ശക്തിയായിട്ട് നമുക്ക് ദൈവത്തെ, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവർത്തനത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നാം നേടിയെടുത്ത, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യവും നൽകിത്തന്ന ഒരു വലിയ വിശ്വാസത്തിൻ്റെ പാരമ്പര്യം നമുക്ക് ഉയർത്തിപ്പിടിക്കുവാനായിട്ട് ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് അത് ഒരു പുകമറയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. ഒന്ന് ശരിയാവണ്ണം പ്രാർത്ഥിക്കുവാനോ, ഞാൻ പറയുന്നു, ഈ ഒരു കാലഘട്ടം നമുക്ക് ഒരുപാട് സമയങ്ങൾ സാവകാശം ലഭിച്ചൊരു കാലഘട്ടമാണ്. ഒന്ന് പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഒക്കെ നമുക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്യുവാനായിട്ട്, വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനെപ്പോലും നാം ഒരു വിലയില്ലാത്തതായി നിസ്സാരമാക്കി കളഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നാൽ അതേസമയം മറ്റുള്ളവരിലുള്ള ദൈവിക വിശ്വാസത്തെ തിരിച്ചറിയുവാനും പ്രശംസിക്കുവാനായിട്ടും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നോക്കിക്കാണുവാനായിട്ട് സാധിക്കും. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ വിശ്വാസത്തിൽ നാം പരാജയപ്പെടുമ്പോൾ ഓർക്കുക, മറ്റുള്ള അനേകർ ഈ വിശ്വാസങ്ങളെ കണ്ടെത്തുകയും ആ വിശ്വാസങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നാം മറന്നുപോകും. ഇന്നലെ വൈകുന്നേരം കഴിഞ്ഞ ദിവസം നമ്മുടെ വിമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞ ഒരു വാക്ക് വളരെ ഗൗരവത്തോടുകൂടി ഞാൻ ഈ സമയത്ത് അടിവരയിട്ടുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പ്രസ്താവിക്കുക. കാരണം എന്താണെന്നറിയാം, അച്ഛൻ പറഞ്ഞത്, ഒരു കാലഘട്ടത്തിൽ ഒരു തലമുറ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഈ തലമുറയിൽ ജീവിക്കുന്ന നാം അനുഭവിച്ചതെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്ത് കരുതി വെക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു തലമുറ നമ്മളുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും, അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരും മാതാപിതാക്കളും അവരുടെ ജീവിതത്തിൽ അവർ കണ്ണുനീരോട് രാത്രിയുടെ യാമങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും അവർ ദൈവസന്നിധിയിൽ ഇരുന്നതിൻ്റെയും ഫലമാണ് ഈ തലമുറ അനുഭവിക്കുന്ന നന്മയെങ്കിൽ വരും തലമുറയ്ക്ക് എന്ത് കരുതുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു? കണ്ണീരാണ് ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങിക്കുന്നതിൻ്റെ ആധാരശിലയെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടി എത്രത്തോളം കരയുവാനായിട്ട്, എത്രത്തോളം ദൈവസന്നിധിയിൽ യാചനകളെ കഴിക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. അവർക്ക് വേണ്ടി എന്ത് അനുഗ്രഹത്തിൻ്റെ ഓഹരി മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മെ തന്നെ വിലയിരുത്തേണ്ട ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ചിന്തയിൽ ഒന്ന് രണ്ട് വ്യക്തികളിലൂടെ ഞാൻ കടന്നു പോകുവാൻ ആഗ്രഹിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 28-ാം വാക്യം മുതൽ 45-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വരെയുള്ള വേദഭാഗം നാം വായിക്കുമ്പോൾ അവിടെ കോരേശ് എന്ന് പറയുന്ന ഒരു വിജാതീയനായ ഒരു രാജാവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുക. അദ്ദേഹം ഒരു രാജാവായിരുന്നു, കോരേശ് രാജാവ്. വിശാലമായ പേർഷ്യൻ സാമ്രാജ്യം സ്ഥാപിച്ച ഒരു രാജാവ്. ഇദ്ദേഹം ഒരു
യഹൂദ മതവിശ്വാസിയൊന്നുമല്ലായിരുന്നു. അദ്ദേഹം ഒരു സൗരാഷ്ട്ര മതവിശ്വാസി അല്ലെങ്കിൽ ഒരു പാർസി മതത്തിലെ ഒരു വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ബാബിലോണിൽ ഒക്കെ കീഴടക്കുകയും അദ്ദേഹം ശക്തനായ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ആ കാലഘട്ടത്തിൽ യഹൂദ പോലും ആക്രമിക്കപ്പെടുകയും യഹൂദിയ 2 പതിറ്റാണ്ടോളം, അതായത് 20 വർഷക്കാലം ഈ കോരശിൻ്റെ പ്രവിശ്യയായിട്ട് അല്ലെങ്കിൽ കോളനിയായിട്ട്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നതുകൊണ്ട് കോളനി എന്ന പദം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഒരു പ്രവിശ്യയായിട്ട്, ഒരു കോളനിയായിട്ട് യഹൂദ മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം എന്ന് പറയുന്നത്. എന്നാൽ കോരശ് എന്ന് പറയുന്ന രാജാവിന് വ്യത്യസ്തനാക്കുന്ന എന്താണെന്നറിയാമോ? യഹൂദ നിവാസികളോട് അദ്ദേഹം കാണിച്ച കരുണയും അവരുടെ സ്വന്തം സ്ഥലത്ത് പോയി അവർക്ക് ദേവാലയം പണിയുവാനുള്ള അനുവാദവും നൽകിയ ഒരു രാജാവാണ് കോരശിനെ വേദപുസ്തകത്തിൽ അവിടെ വ്യക്തമാക്കുന്നത്. ഓർക്കണം, ഒരു അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് വന്നവർക്ക് ഒരവകാശവും നൽകേണ്ട സാഹചര്യങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തിൽ കോരശ് എന്ന് പറയുന്ന രാജാവ്, വിജാതീയനായ ഒരു രാജാവ്, ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് അവർക്ക് വേണ്ട കരുണ കാണിക്കുകയും അതുപോലെ തന്നെ അവരാരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു സാഹചര്യങ്ങൾ, അവിടെ ദേവാലയം പണിയുന്നതിനുള്ള അനുവാദവും നൽകിക്കൊടുത്തു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ കോരശ് രാജാവിനെ വിശേഷിപ്പിക്കുന്നത് യഹോവയുടെ അഭിഷിക്തനെന്നും യഹോവയുടെ ഇടയിൽ നിന്നുമൊക്കെ ഉള്ള പല പരാമർശങ്ങൾ ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മുമ്പ് ഞാൻ പറഞ്ഞു, ദേവാലയം പണിയുവാൻ അനുവാദം കൊടുത്തു. ദേവാലയം പണിയുവാൻ അനുവാദം മാത്രമല്ല കൊടുത്തത്, മറിച്ച് അത് പുനർനിർമ്മാണത്തിന് ഉള്ള പണിക്കാവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിന് ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യെരൂശലേം ദേവാലയം അത് കൊള്ളയിട്ട് ആ ദേവാലയത്തിലെ മുഴുവൻ സാധനങ്ങളും നെബൂഖദ്നേസർ രാജാവ് കൊണ്ടുപോയി എന്നതിനെക്കുറിച്ചൊക്കെ എസ്രയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. ആ കൊണ്ടുപോയി എല്ലാ ഉപകരണങ്ങളും മടക്കി അവർക്ക് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ. ദാനിയേലിൻ്റെ പുസ്തകത്തിലും കോരശ് എന്ന് പറയുന്ന രാജാവിനെ നല്ലൊരു വ്യക്തിയായിട്ട്, ദൈവത്തെ ഭയപ്പെട്ട് ആ ദൈവത്തെ അംഗീകരിച്ച് വിശ്വസിക്കുന്ന ഒരു ജനതയോട് കരുണ കാണിച്ച ഒരു രാജാവായിട്ട് കോരശ് രാജാവിനെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയാമോ? ഒരു വിജാതീയനായ ഒരു രാജാവ്, ഒരു ഭരണാധികാരി ദൈവത്തെ ഇത്രത്തോളം ഭയപ്പെട്ടുവെങ്കിൽ, അല്ലെങ്കിൽ ജനത്തിന് ഒരു ദോഷവും ചെയ്യാതെ അവൻ ഇത്രമാത്രം കരുണ കാണിച്ചുവെങ്കിൽ, തീർച്ചയായിട്ടും അവൻ്റെ ഉള്ളിൽ അവൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം ചോദിച്ചതുപോലെ പാരമ്പര്യ ക്രൈസ്തവർ എന്ന് അവകാശപ്പെടുന്ന എനിക്കും നിങ്ങൾക്കും എത്രത്തോളം ഈ ദൈവത്തെ ഭയപ്പെടുവാനായിട്ട് ഇടയാകുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൽ എത്രത്തോളമുള്ള ഭയം നമ്മിൽ ഉളവാക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവം സ്നേഹമാണ് എന്നൊക്കെ നാം എപ്പോഴും പറയുമെങ്കിലും ആ സ്നേഹമെന്ന് പറയുന്നത് അതൊരു ഭയത്തോടു കൂടിയുള്ള ഒരു ബഹുമാനം കലർന്ന ഒരു അനുഭവം. ദൈവത്തെ നമുക്കുണ്ടാവേണ്ടത് ഒരു പാമ്പിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഭയമല്ല, മറിച്ച് ദൈവമെന്ന് പറയുന്നത് ആ ഒരു വലിയ ഒരു ശക്തിയോട് നമ്മുടെ ബഹുമാനം, നമ്മുടെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. അപ്പോൾ ഓർക്കുക, ഒരു ജനത്തിന് അവർ അടിമകളായിട്ട് ജീവിക്കുമ്പോൾ അവർക്ക് വേണ്ടി എങ്ങനെയാണ് ദൈവം കരുതുന്നത്? ഒരു വിജാതീയനായ ഒരു വ്യക്തിയെ ദൈവം അവർക്ക് വേണ്ടി കരുതുക. അപ്പോൾ ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത് നമുക്ക് വർണ്ണിക്കുവാനായിട്ട് ആകാത്ത ഒരു സാഹചര്യമാണ്. തൻ്റെ പുനഃസ്ഥാപനത്തിനും വീണ്ടെടുപ്പിനും വേണ്ടി ദൈവം തീർച്ചയായിട്ടും ഓരോ കാലങ്ങളിൽ പല വ്യക്തിത്വങ്ങളെ ഉയർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഓർക്കുക, അത്തരം സാഹചര്യങ്ങളിൽ നാം മാഞ്ഞു പോകുവാനായിട്ട് ഇടയായിത്തീരാതെ നമ്മുടെ വിശ്വാസങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസങ്ങൾ അതൊരിക്കലും തകർന്ന് അരിപ്പണമായി പോകുവാനായിട്ടല്ല, മറിച്ച് നമ്മുടെ വിശ്വാസങ്ങൾ നമുക്കൊന്ന് രാഗി മിനുക്കി കൂടുതൽ മൂർച്ചയേറിയ അനുഭവങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. അതുപോലെ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്തിൽ നാം കാണുന്ന കനാന്യ സ്ത്രീയുടെ അനുഭവം
അത് വളരെ വ്യത്യസ്തമായ അനുഭവമാണ്. കാരണം ആ കനാന്യ സ്ത്രീ പ്രഘോഷിക്കുന്ന അവളുടെ വിശ്വാസം എത്ര വലിയൊരു വിശ്വാസമാണ്. കാരണം കനാന്യ സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് യഹൂദന്മാരിൽ നിന്നും അല്പം ആ ഒരു ജാതിയിൽ നിന്നും അല്പം താഴ്ന്ന ജാതിയിൽ ഉൾപ്പെടുന്ന ഒരു സ്ത്രീയാണ്. എന്നാൽ ആ സ്ത്രീ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ മകൾക്ക് സൗഖ്യം നൽകണം എന്ന് ആവശ്യപ്പെടുകയാണ്. ആ വേദഭാഗം വളരെ വ്യക്തമായിട്ട് നാം വായിക്കുമ്പോൾ നമുക്ക് കാണാം. അത് ശരിക്കും പറഞ്ഞാൽ യേശു കർത്താവ് കൂടെയുള്ള ജനത്തെ, ശിഷ്യന്മാരെ ഒക്കെ പഠിപ്പിക്കാൻ ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്കതിനെ ചിന്തിക്കാം. കാരണം ഈ സ്ത്രീ വന്ന് ആദ്യം കർത്താവിനോട് സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ കർത്താവ് അത് കേട്ട ഭാവം നടിക്കാതെ മുൻപോട്ട് പോകുന്ന ഭാവത്തിൽ ഒന്ന് അല്പം മുമ്പോട്ട് നടക്കുകയാണ്. വീണ്ടും വീണ്ടും ഈ സ്ത്രീയുടെ ശബ്ദം ഉയരുമ്പോൾ, നിലവിളി ഉയരുമ്പോൾ ശിഷ്യന്മാർ തന്നെ യേശു കർത്താവിനെ നിർബന്ധിക്കുകയാണ്, കർത്താവേ ഇവളുടെ സ്വരം ഒന്ന് കേൾക്ക്, ഇവളുടെ അപേക്ഷയ്ക്ക് ഒന്ന് മറുപടി നൽകുക എന്ന് ശിഷ്യന്മാർ തന്നെ ആവശ്യപ്പെടുന്ന സാഹചര്യം. അവിടെ ഒരു അറ്റൻഷൻ യേശു കർത്താവ് നേടിയെടുക്കുകയാണ്. തുടർന്ന് യേശു കർത്താവ് അവളോട് സംസാരിക്കുമ്പോൾ യേശു കർത്താവ് തന്നെ അവളോട് പറയുകയാണ്, ഇസ്രായേൽ ഗ്രഹത്തെ 24-ാം വാക്യത്തിൽ പറഞ്ഞ്, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ഒരു വലിയൊരു ദൈവിക മർമ്മം അവിടെ വെളിപ്പെടുന്നു. അതായത് യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് വലിയ വിശ്വാസമുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? രക്ഷ എന്ന് പറയുന്ന യഹൂദന്മാർക്ക് മാത്രമുള്ളത്. ദൈവത്തിൽ നിന്നും കൃപ അനുഭവിക്കുക എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് മാത്രമുള്ളതാണ്. മറ്റൊരു ജാതിയിൽപ്പെട്ടവർക്ക് ഒരു മനുഷ്യനും അവകാശപ്പെടുവാൻ സാധിക്കാത്ത ഒരു വലിയ അവകാശമാണ് എന്ന ചിന്തയുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ആ വിശ്വാസത്തെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ വന്നത് ഇസ്രായേലിൻ്റെ കാണാതെ പോയ ആടുകളുടെ ഗ്രഹത്തിലേക്ക് അല്ല എന്ന അവരുടെ ചിന്താഗതിയിൽ നിന്നുകൊണ്ട് കർത്താവ് അവിടെ പറയാൻ ശ്രമിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്ന വിശ്വാസമുണ്ട്. എന്താണ്? മക്കളുടെ അപ്പം എടുത്ത് യേശു കർത്താവ് തുറന്ന് പറയുന്നത്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന വിഹിതമല്ല എന്ന യഹൂദന്മാരുടെ ആ ചിന്താഗതി തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നൊരു മറുപടിയുണ്ട് വളരെ വ്യക്തമായിട്ട്. എന്താണെന്നറിയാമോ? നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ തിന്ന് ജീവിക്കുന്നുണ്ടല്ലോ എന്ന്. അതൊരു വലിയൊരു മർമ്മം. എന്താണെന്നറിയാമോ? അതൊരു ക്രിസ്ത്യൻ മിഷൻ്റെ ഒരു വലിയ ധർമ്മം. അതായത് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം മിഷണറിമാർ ഈ ലോകത്തിൽ വന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ വന്ന് സുവിശേഷം അറിയിച്ചതായിട്ട്. അപ്പോൾ അവരുടെ ആ വലിയ സുവിശേഷത്തിൻ്റെ ഫലമായിട്ട് ഒരു വലിയ ജനത്തെ തന്നെ ക്രിസ്തുവിൻ്റെ അനുഗാമികളാക്കി മാറ്റിയെടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് നമുക്കറിയാം. എന്ന് പറയുന്നത് പോലെ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടായ വിശ്വാസത്തിന് ചില സ്പാർക്ക്, ചില തീപ്പൊരികൾ, അത് ആരുടെയെങ്കിലുമൊക്കെ ജീവിതങ്ങളിൽ തീർച്ചയായിട്ടും അത് വലിയൊരു മാറ്റത്തിന്, രൂപാന്തരത്തിന്, ദൈവത്തെ അറിയുന്നതിനൊക്കെ മുഖാന്തരമായി തീർന്നിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ ചിന്തയാണ് ഈ കനാന്യ സ്ത്രീയുടെ വാക്കുകളിൽ പ്രതിധ്വനിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അവളുടെ ആ വലിയ വിശ്വാസം, അതായത് അനേകരിൽ ഈ വിശ്വാസം ആളിക്കത്തിച്ചപ്പോൾ അവരിലൂടെ പ്രതിധ്വനിച്ച ആ തീപ്പൊരികൾ ആരുടെയെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഒരു വലിയ ജനത്തിൻ്റെ മാറ്റത്തിന് മുഖാന്തരമായി തീർന്നിട്ടുണ്ട് എന്നും ദൈവമേ നീ ഓർക്കണമേ എന്നുള്ളതാണ് ആ കനാന്യ സ്ത്രീ പറയുന്ന മറുപടിയുടെ അർത്ഥം എന്ന് പറയുന്നത്. അവളുടെ ആ വിശ്വാസം കണ്ടതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, ഇവളുടെ വിശ്വാസം വലിയത് എന്നവിടെ പ്രകീർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുക. പ്രിയമുള്ളവരെ ഓർക്കുക, ഞാനും നിങ്ങളും ഈ വിശ്വാസം ഏച്ചു പറയുവാൻ, ഈ വിശ്വാസം അതിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ മടിക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ തയ്യാറാവുന്ന ഒരു ജനം നമുക്ക് പുറകിലുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൻ്റെ ചില അവസ്ഥകൾ, അത് നമ്മെ ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെടുത്തുവാനായിട്ട് നാം ഇടയായിത്തീരരുത് എന്ന് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ഈ സമയം വേർതിരിക്കുക. മൂന്നാമതായിട്ട്, അവസാനമായിട്ട് നാം കാണുന്ന ഒരു വ്യക്തി വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു ശതാധിപനെക്കുറിച്ച്. കൈസരിയയിലെ ഒരു റോമൻ ശതാധിപനായിരുന്നു കൊർന്നല്യോസ് എന്ന് പറയുന്നു. എന്നാൽ പൗലോസ് വളരെ വ്യക്തമായിട്ട് ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് അപ്പോസ്തല പ്രവർത്തികൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു റോമൻ പൗരനായിരുന്നെങ്കിലും ഭക്തിയും ദാനധർമ്മനും പ്രാർത്ഥനയും കൈമുതലായ ഒരു യഹൂദ മതാനുസാരിയായിരുന്നു ഈ കൊർന്നല്യോസ് എന്നാണ് പ്രത്യേകം പറയുന്നത്. അദ്ദേഹം ഒരു റോമൻ പൗരനായിരുന്നെങ്കിലും, അല്ലെങ്കിൽ യഹൂദ
കർത്താവ് യേശു ക്രിസ്തുവിനെ ഒക്കെ എതിർത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിലും അദ്ദേഹത്തെ അവിടെ വളരെ വ്യക്തമായിട്ട് പ്രകീർത്തിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന്. അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കും, ഒരു ആത്മീയ അന്വേഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വീട്ടിൽ പോയിട്ട് ആ വേദഭാഗം വായിച്ചാൽ മതി. അപ്പോസ്തല പ്രവൃത്തികൾ 10:24 മുതൽ 33 വരെയുള്ള വേദഭാഗം. അവിടെ അവൻ നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യത്തിന് വേണ്ടി. എന്നാൽ നമ്മൾ അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു, ദൈവം അവനോട് സംസാരിക്കും, ഒരു ദർശനം അവന് ഉണ്ടാവുന്നതായിട്ട്. അതായത് അവൻ്റെ പ്രാർത്ഥനയെ, അവൻ്റെ ആത്മീയ അന്വേഷണത്തെ ദൈവം തൃപ്തിപ്പെടുത്തുന്ന അനുഭവം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവൻ കർത്താവിനെ വിളിച്ചു, കൊർന്നല്യോസ് എന്ന് വിളിക്കുമ്പോൾ അവൻ മറുപടി പറയുക, എന്താകുന്നു കർത്താവേ എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യനെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. അവനോട് പറയുന്നു, നിന്നെ ഇന്നടത്ത് പോയി അവിടെ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യനുണ്ട്, അവനെ നിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുവാനായിട്ട്. അവൻ ആളയച്ചു. പത്രോസ് വന്നു. പത്രോസ് അവനോട് ശക്തിയോടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചപ്പോൾ അവൻ കേട്ട്, അവൻ സ്നാനപ്പെട്ട് അവൻ സഭയോട് ചേർന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അവൻ പത്രോസ് കൊർന്നല്യോസിൻ്റെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്ന് അവൻ സ്നാനപ്പെട്ടു എന്ന് നമ്മളവിടെ കാണുന്നു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം, ദൈവകൃപയുടെ സുവിശേഷത്തിൽ വിശ്വസിച്ച് ആദ്യമായിട്ട് ദൈവസഭയിലേക്ക് ആകർഷിക്കപ്പെട്ട ഒരു വിജാതീയ വ്യക്തി എന്നുള്ള നിലയിൽ കൊർന്നല്യോസ് എന്ന് പറയുന്ന വ്യക്തി വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഈ 3 വ്യക്തികളുടെ ജീവിതത്തിലൂടെ ഒരു പരിശോധനയാണ് നാം നടത്തുവാൻ ആഗ്രഹിച്ചത്. ഒരു കോവിഡ് കാലഘട്ടത്തെ എങ്ങനെ നാം ഉപയോഗിച്ചു, എങ്ങനെയാണ് നാം അതിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരു സ്വയം വിലയിരുത്തലിൻ്റെ, സ്വയം പരിശോധനയുടെ, ഒരു ആത്മപരിശോധനയുടെ അനുഭവമായിട്ട് നമുക്കതിനെ കാണാം. നമ്മളുടെ വിശ്വാസം പരിമിതപ്പെടുമ്പോൾ ഓർക്കുക, മറ്റുള്ള അനേകരുടെ ജീവിതത്തിൽ ഈ വിശ്വാസം അതിൻ്റെ പരിമിതികൾ ലംഘിച്ചുകൊണ്ട് ഈ ദൈവകൃപയുടെ അംശം അനേകരിലേക്ക് പടരുന്ന ഒരു അനുഭവം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സപ്പുകളിലൊക്കെ വന്ന ഒരു വലിയ പഠന റിപ്പോർട്ട് നമ്മളതിൽ കണ്ടു. ഓരോ വർഷവും ക്രൈസ്തവ മതവിഭാഗത്തിലേക്ക് വരുന്നവരുടെ എണ്ണം പോകുന്നവരേക്കാൾ വളരെ കൂടുകയാണ്. എന്ന് വെച്ചാൽ പറഞ്ഞതിനർത്ഥം അനേകർ ഈ വിശ്വാസങ്ങളെ കണ്ടെത്തുന്നുണ്ട്, ഈ വിശ്വാസത്തിലേക്കൊക്കെ വരുന്നു. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഉള്ള വിശ്വാസത്തെ നഷ്ടപ്പെടുത്താതെ അതിനെ തലമുറകളിലേക്ക് പകർന്നു നൽകുന്ന ഒരു ആർജവം, ഒരു ഊർജം മറ്റുള്ളവരിലേക്ക് നൽകിക്കൊടുക്കുന്ന അനുഭവം നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കണം. കനാന്യ സ്ത്രീയുടെ ജീവിതത്തിലൂടെ, കോരേശ് രാജാവിൻ്റെ ജീവിതത്തിലൂടെ, കൊർന്നല്യോസ് എന്ന് പറയുന്ന ശതാധിപൻ്റെ ജീവിതത്തിലൂടെ ഈ വിശ്വാസത്തിൻ്റെ ഔന്നത്യം, അതിൻ്റെ മഹത്വം നമുക്ക് ദർശിപ്പാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലൂടെ ഈ വിശ്വാസത്തിൻ്റെ അനുഭവം മറ്റുള്ളവർക്കും അനുഭവിക്കുവാനായിട്ട് ഇടയായി തീരുവാൻ നമ്മെ തന്നെ ഒരുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ഇന്ന് 125-ാം സങ്കീർത്തനം അതിൻ്റെ അവസാന വേദഭാഗത്തിൽ നാം വായിച്ചു. എന്നാൽ വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ പോകുമാറാവട്ടെ, ഇസ്രായേലിന്മേൽ സമാധാനം വരുമാറാകട്ടെ എന്നവിടെ വായിക്കുന്നു. അതായത് യഹോവയിൽ ആശ്രയിക്കുന്നവനെ കുറിച്ചാണ് അതിൻ്റെ സങ്കീർത്തനം ആരംഭിക്കുന്നതെങ്കിൽ അതിൻ്റെ അവസാനം പറയുന്നു, യഹോവയെ വിട്ടകന്ന് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നാശത്തെക്കുറിച്ചും ആ സങ്കീർത്തനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിച്ച സാരാംശം ഇത്രമാത്രം: നമ്മളുടെ വിശ്വാസങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കുവാൻ സാധിക്കണം. ലഭിക്കുന്ന ഓരോ കാലഘട്ടത്തിൻ്റെ പ്രയാസവും സങ്കടങ്ങളും വേദനകളും രോഗങ്ങളും അതൊക്കെ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ. ഈ കാലഘട്ടവും മാറും, ഈ കാലവും മാറും, ഈ അവസ്ഥകളും മാറും. ഒരു പക്ഷേ നമ്മുടെ പോയ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സന്തോഷത്തിനേക്കാൾ ഏറെ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുവെന്നും വരാം. എന്നാൽ അത്തരം അനുഭവങ്ങളിൽ നമുക്ക് ഉള്ളിലുള്ള ചില ആത്മീയ മൂല്യങ്ങൾക്ക് ശോഷണം സംഭവിക്കാതെ അതിനെ കൂടുതൽ കരുത്തോടെ, ബലത്തോടെ വരും തലമുറയ്ക്ക് വേണ്ടി ഒരുക്കി നൽകുവാൻ, കരുതുവാനായിട്ട് നമുക്കിടയായിത്തീരണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവ്വബഹുമാനവും മഹത്വവും അനാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാവട്ടെ. ആമേൻ.
നാം കേട്ടതായിട്ടുള്ള വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നിഖ്യാവിശ്വാസ പ്രമാണം ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നതെയും കാണപ്പെടാത്തതുമായുള്ള സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ജാതനായ പുത്രനായ ഏകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകം വേദന പിതാവിൽ ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശം പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിക്കപ്പെട്ടവനുണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ, അവനാൽ സകലവും ഉണ്ടായി. മനുഷ്യായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യമറിച്ച് മനുഷ്യായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസ് കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, തിരുവത്തിൻ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ചെയ്യുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ മൊത്തത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ബന്ധിക്കപ്പെട്ട് മഹത്വം പ്രവാചകങ്ങളുടെ പരേക്ഷണമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തോലികമായ വിശുദ്ധ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തുള്ള വ്യക്തിസ്മയെ അനുസരിക്കുന്നു. മനുഷ്യരുടെ പുനരുത്ഥാനത്തിലും വരുവാൻ ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. വ്യത്യസ്ത പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ തലകളെ വണക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പകരാം. പുതിയൊരു ദിവസം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ആരെങ്കിലും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും എല്ലാം കടന്നു വന്നപ്പോഴും സർവശക്തനായ ദൈവം നമ്മെ ഇത്രത്തോളം അനുഗ്രഹത്തോടെ വഴി നടത്തി ദൈവകൃപ ധാരാളം അനുഭവിപ്പാൻ നമുക്കിടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വ്യക്തികളായും കുടുംബങ്ങളായും സഭയായും ഒരു സമൂഹമായൊക്കെ നമുക്ക് ലഭിച്ച എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നാൽ പലപ്പോഴും ദൈവം ചെയ്ത നന്മകളെ മറന്ന് ദൈവത്തിൽ നിന്നകന്ന് പിറുപിറുപ്പുള്ളവരായി, കർത്താവെ പരാതി പറയുന്നവരായി, പരിഭവമുള്ളവരായി ഞങ്ങൾ പലപ്പോഴും ജീവിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് ദൈവസന്നിധിയിൽ നമുക്ക് വിനയത്തോടെ പറയാം. ഞങ്ങളുടെ അനുതാപത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവെ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് അവിടുന്ന് ഞങ്ങളെ കർത്താവെ ശുദ്ധിയുള്ളവരാക്കണമേ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അനേകരോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊള്ളാമെന്ന് നമ്മൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ രോഗികളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ ഇടവാങ്ങളിൽ ചില കുടുംബങ്ങൾ വീണ്ടും രോഗത്തിൻ്റെതായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഭവനങ്ങളിലും ആശുപത്രികളിലും ചികിത്സയിലായിരിക്കുന്നവരുണ്ട്. അവരെ ദൈവസന്നിധിയിൽ ഓർക്കാം. കോവിഡിൻ്റെതായ പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടതായിട്ടുള്ള നമ്മുടെ ഇടവാങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുമുള്ള സമൂഹം, നമ്മുടെ ഈ ദേശം, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ ഈ രാജ്യം, ഈ ലോകം മുഴുവൻ രോഗത്തിൻ്റെതായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കർത്താവെ, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ കർത്താവെ പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവെ, നിരന്തരമായി കർത്താവെ അനേകർ അങ്ങയുടെ സന്നിധിയിൽ അഭയാചനെ കഴിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ട് ഈ വലിയ മഹാമാരിയുടെ അനുഭവത്തിൽ നിന്ന് ദേശത്തെ വിടുവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രോഗത്തിൻ്റെ പ്രതിസന്ധികളും അവസാനിക്കുമെന്നും ഒരു നല്ല ജീവിതകാലത്തിൻ്റെ അനുഭവം ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ എല്ലാ ഹൃദയങ്ങളെയും ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രോഗമോ ഇതിൻ്റെ പ്രതിസന്ധികളോ കർത്താവെ ഞങ്ങളുടെ യുവതലമുറയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന അനുഭവമായി ഒരിക്കലും തീരരുതേ എന്ന് ഞങ്ങളുടെ കണ്ണുനീരോട് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തോട് മറുതലിച്ച് നിൽക്കുവാനോ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു സമൂഹമായി ഞങ്ങളുടെ തലമുറകളായിത്തീരുവാനും ഒരിക്കലും ഇടയാക്കരുതേ എന്ന് ദൈവസന്നിധിയിൽ ഏറ്റവും വിനയത്തോടെ നമുക്ക് അപേക്ഷിക്കാം. ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് ഉത്തമ സാക്ഷികളായി ജീവിപ്പാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ യുവതലമുറയൊക്കെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പലവിധമായ രോഗത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്നവരെ ഓർക്കാം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കാം. ജോലി സ്ഥലങ്ങളിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ദൈവസന്നിധിയിൽ ഓർക്കാം.
കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന എല്ലാ മാതാപിതാക്കളെയും നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. മാതാപിതാക്കളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. മാതാപിതാക്കളുടെ മദ്യപാനത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ഭവനങ്ങളുണ്ട്. എല്ലാം ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കടഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവർ, സാമ്പത്തികമായ ഞെരുക്കങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ, മറ്റുള്ളവരോട് തുറന്നു പറയുവാൻ കഴിയാത്ത ഹൃദയത്തിൻ്റെ ഭാരങ്ങളുമായി കഴിയുന്നവർ എല്ലാവരും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അനാഥർ, വിധവമാർ, പീഡ അനുഭവിക്കുന്നവർ, ജീവിതത്തിൻ്റെ തകർച്ചകളുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ, പ്രത്യാശ നഷ്ടപ്പെട്ടവരായി, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി ജീവിക്കുന്നവർ എല്ലാവരും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വൈദിക വിദ്യാർത്ഥികളായിരിക്കുന്നവരെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഉന്നതമായ രീതിയിലെ പഠനങ്ങളെ പൂർത്തീകരിച്ച് അങ്ങയുടെ വയൽപ്രദേശത്ത് ശുശ്രൂഷകരായിരിക്കാൻ അവരെയൊക്കെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സെമിനാരികളെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ സെമിനാരികളിലൊക്കെ പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും ഒക്കെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ നിന്നും വൈദിക സെമിനാരിൽ പഠിക്കുന്നതായ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇടയെ ശുശ്രൂഷ ചെയ്യുവാൻ അവിടുന്ന് വിളിച്ച് തിരഞ്ഞെടുത്ത് ബലം നൽകിയാക്കുന്ന വലിയ ശുശ്രൂഷയുടെ അനുഭവമാകുന്നുള്ള ബോധ്യത്തോടുകൂടെ ആ ശുശ്രൂഷയിൽ അനുദിനം ബലപ്പെടുവാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ ഓർക്കാം. 400 ഭവനങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഈ ഇടവകയിൽ നിന്ന് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാടയെ ഓർക്കാം. പട്ടക്കാർ, ശുശ്രൂഷകർ, മിഷണറിമാർ, മിഷൻ പ്രവർത്തകരെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സ്കൂളുകളെയും, നമ്മുടെ ബുക്കാനൻ ക്യാമ്പസിലുള്ള എല്ലാ സ്കൂളുകളെയും, ഹോസ്റ്റലുകളെയും, ഹോസ്പിറ്റലിനെയും, പാലിയേറ്റീവ് കെയറിനെയും, കോളേജിനെയും മറ്റ് പ്രവർത്തനങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സഭയെയും കൊച്ചമ്മയും ദൈവസന്നിധിയിൽ ഓർക്കാം. അവരുടെ ശുശ്രൂഷകളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. ഈ സഭയുടെ വിവിധമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന മോനിച്ചാനും ദൈവസന്നിധിയിൽ ഓർക്കാം. കർത്താവേ, വാർദ്ധക്യത്തിൻ്റെ അനുഭവങ്ങളിലും അവരെയൊക്കെ ബലപ്പെടുത്തണമേ. ദൈവകൃപയോടുകൂടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിർവഹിക്കാൻ അവരെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. ചർച്ച് കമ്മിറ്റിക്കായി സ്തോത്രം ചെയ്യാം. എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടുന്നതായിട്ടുള്ള നേതൃത്വം നൽകുവാൻ അവരെയും സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. വ്യക്തിപരമായ അനേക ആവശ്യങ്ങളുണ്ട്. നമ്മുടെ ഹൃദയത്തെ തകർക്കുന്നതായിട്ടുള്ള അനേക ഭാരങ്ങളുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം. എന്നാൽ സകലവും അറിയുന്നവനായ ദൈവം സകലത്തിനു മേലും ദൈവമേ അങ്ങയുടെ കൃപ വ്യാപരിക്കും എന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടെ ജീവിപ്പാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ വിനയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് വിനയത്തോടെ ശാന്തമായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നീയല്ലാതൻ ഭാരം താങ്ങുവാനാ ഇല്ലെനിക്കാരുമേ. നീയല്ലാതൻ ഭാരം താങ്ങുവാനാ ഇല്ലെനിക്കാരുമേ. നിൻ കൈകളാലും കണ്ണീർ തുടയ്ക്കും. നീ എന്നെ നിൻ കൈകളാൽ കണ്ണീർ തുടയ്ക്കും. നീ എന്നെ കൈവിട. നീ എന്നും എൻ രക്ഷകൻ. നീ മതിയെനിക്കെല്ലാമായി നാഥ. നിന്നിൽ ചാരുന്ന നിന്നിൽ ചാരുന്ന നേരത്തിൽ നാം സമർപ്പിച്ചതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിൻ്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അങ്ങ് ഗ്രഹിച്ചിരിക്കുന്നു.
ചോദിക്കുന്നതിനുള്ള ഞങ്ങളുടെ അജ്ഞതയും അങ്ങറിയുന്നു. ഞങ്ങളുടെ യോഗ്യത മൂലം പല കാര്യങ്ങളും അങ്ങയോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നതുമില്ല. ഞടന്തത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിക്കുവാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സിലുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മെല്ലാവരുടെ കൂടെ എന്നേക്കും കാലാവസ്ഥാനം കൂടാതിരിക്കുമാറാകട്ടെ. ദാനാർപ്പണത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നതായ എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പോൾ ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും അവരെ അപ്പത്തിൽ അംശങ്ങൾ ആകുന്നുവല്ലോ. സമാധാനത്തിൻ്റെയും നിരത്തിൻ്റെയും അടയാളമായ കയ്യസ്സൂര് നമുക്ക് കൈമാറാം. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ജ്ഞാനകീർത്തനങ്ങളിൽ 93-ാമത്തെ കീർത്തനം നമുക്ക് പാടാം. ഈ സമയത്ത് സ്തോത്ര വഴിപാടുകളെ സമർപ്പിക്കാവുന്നതാണ്. ജ്ഞാനകീർത്തനങ്ങളിൽ 93-ാമത്തെ കീർത്തനം. നാം സമർപ്പിച്ച ദാനങ്ങളെ ദൈവമുമ്പാകെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യരായി ഞങ്ങൾ നിങ്കിലേക്ക് അടുത്തു വരുന്നു.
സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ദാനങ്ങളെയും നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് മുട്ടുകളെ മടക്കി താഴെയുള്ള പ്രാർത്ഥന ഒരുമിച്ച് ചേർന്ന് ചെല്ലാം. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, നിന്റെ ശിഷ്യന്മാരുടെ നടുവിൽ നീ സന്നിഹിതനായിരുന്ന പോലെ ഞങ്ങളുടെ മധ്യത്തിലും വന്ന് അപ്പം നുറുക്കുന്നതിൽ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുകയും നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടത് മുറിയുമാകും. നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശവും ഭൂമിയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദിഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദേവതന്മാരോടും പ്രധാന ദേവതന്മാരോടും സ്വർഗത്തിലെ സംഘത്തോടും കൂടെ ഞങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ആകാശവും ഭൂമിയിൽ നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ചൊല്ലിയും നിന്റെ മഹത്വമുള്ള നാമത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ വന്നവരും പരിപാലിക്കുന്നവരും വാഴ്ത്തപ്പെട്ടവരാകുന്നു. ഉന്നതങ്ങളെ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകും. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണം അനുഭവിക്കാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും പ്രതിശാന്തിയും യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടവിടാതെയുള്ള ഓർമ്മകൾ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുകയും ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകും. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞതിൻ്റെ ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രമെടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകും. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ.
അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അവനിൽ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി നിങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായി ഞങ്ങളിത് ചെയ്യുന്നു. കരുണയുള്ള കർത്താവേ, ഞങ്ങളെ നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിപ്പിക്കപ്പെട്ട ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ചു ഞങ്ങളുടെ കർത്താവാകുന്ന മശിഹായും കല്യാവുന്നവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായി അവനോട് കൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനമോത്വം കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ച് ചൊല്ലുന്നത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പരീക്ഷയിലേക്ക് എടുക്കാതെ ഇഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും തിരുമേശയുടെ അനുഭവത്തിലേക്ക് നാം അടുത്തു വരുവാൻ ഒരുങ്ങുമ്പോൾ നമ്മുടേതായ ശ്രേഷ്ഠതകളോടെ ഈ തിരുമേശ അഭിമുഖീകരിക്കാൻ നാം യോഗ്യരല്ല എന്ന തിരിച്ചറിവോടെ ദൈവമേ, ഞങ്ങളുടെ അയോഗ്യതകളെ അവിടെ നിന്ന് നീക്കി വിശുദ്ധിയോടെ അങ്ങയുടെ ശരീരരക്തങ്ങളെ പാനം ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന പ്രാർത്ഥനയോടെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തിക്കൊണ്ട് താഴ്ത്തിക്കൊണ്ട് താഴെയുള്ള പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഏറ്റുചൊല്ലാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ പലവിധമായ ബലകരണങ്ങളല്ലാതെ സ്വന്തയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ മേശയിലേക്ക് വരുവാൻ കഴിയുന്നില്ല. ഞങ്ങൾ നിന്റെ മേശയിൽ നിന്ന് അപ്പം നോക്കുക പോലും അനുഭവിക്കാൻ യോഗ്യതയുള്ളവരല്ല. എന്നാൽ നീ എപ്പോഴും കരുണയുന്ന സ്വഭാവമുള്ള കർത്താവ് തന്നെയാകുന്നു. അതുകൊണ്ട് കൃപയുള്ള കർത്താവേ, ഞങ്ങളുടെ പാപശയങ്ങളും ആത്മാക്കളും നിന്റെ ഇഷ്ടപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ശരീരത്താലും രക്തത്താലും ശുദ്ധീകരിക്കപ്പെടുവാനും അവൻ ഞങ്ങളെപ്പോഴും വസിപ്പാനും തന്നോണം നമ്മുടെ മാംസത്തെ ഭക്ഷിക്കുകയും അവൻ രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. നാം നുറുക്കുന്നപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? ജീവന്റെ അപ്പമാവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരം, സത്യാമുദ്രവളിയായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം വിശ്വാസത്തോടെ തിരുമേശയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയും കഴിഞ്ഞ ആഴ്ച ജന്മദിനം ആഘോഷിച്ചവർക്ക് വേണ്ടി വിവാഹവാർഷിക സ്തോത്രം ആചരിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വനന്മകളുടെയും മറുപടമാവുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, പ്രത്യേകമായിട്ട് കർത്താവേ, പോയ വാരം
ജന്മദിനം ആഘോഷിച്ചവരെയും കുടുംബജീവിതത്തിൽ ഒരു വർഷം കൂടെ പൂർത്തീകരിച്ചവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നിന്റെ മക്കളോട് കരുണ കാണിച്ച് അവരുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും സന്തോഷവും സമൃദ്ധവും അനുഗ്രഹവും സുരക്ഷിതത്വവും നിറഞ്ഞതായി തീരുവാൻ ദൈവം കൃപയല്ലേ ഓർത്ത് സ്തോത്രം. ദൈവമേ, കോവിഡിൻ്റെതായ പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ മുൻപോട്ട് പോയപ്പോഴും ദൈവം നിന്റെ മക്കളോട് കൂടെ ഇരുന്ന് അവരെ തുണച്ച് അവരെ അനുഗ്രഹിച്ചത് ഓർത്ത് സ്തോത്രം. പുതിയ വർഷം നന്മകളാൽ അവിടെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വ്യക്തിജീവിതം, കുടുംബജീവിതം, പ്രവർത്തനങ്ങളും പ്രവർത്തന മേഖലകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം. എവിടെയായിരുന്നാലും എല്ലാവരും കർത്താവ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കാൻ അവിടുന്ന് സഹായിക്കണം. കൃപയാൽ വഴി നടത്തണം. യേശു കർത്താവിന് വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. ജന്മദിനം ആഘോഷിച്ചവർക്കും വാർഷിക സ്തോത്രം ആചരിച്ചവർക്കും സഭയുടെ എല്ലാ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും സമൃദ്ധവും അനുഗ്രഹവും സുരക്ഷിതത്വവുമായി പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തലകളെ വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ആരാധനയിലുടനീളം വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നൽകിത്തരുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ദൈവമേ, അങ്ങയുടെ മഹത്വം ദർശിപ്പാൻ ഇന്നീ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുക്കിയല്ലോ. പ്രത്യേകിച്ച് കർത്താവേ, പലപ്പോഴും ഈ കോവിഡിൻ്റെതായ പ്രതിസന്ധികളെ ഞങ്ങൾ മറയാക്കിക്കൊണ്ട് ഞങ്ങളുടെ ആത്മീയ ജീവിതങ്ങൾ കർത്താവേ ശോഷിക്കുകയും ഞങ്ങൾ ആത്മീയതയുടെ മുഖ്യ അനുഭവങ്ങളിൽ നിന്ന് കർത്താവെ ഞങ്ങൾ പിന്തിരിഞ്ഞോടുന്ന മനോഭാവവും സ്വഭാവവും ഒക്കെ ഞങ്ങൾ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. കർത്താവെ, അതിനെയൊക്കെ വിട്ടെറിയുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കല്ലുകൾ ആർത്തു വിളിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച് തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ദൈവമേ, ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസങ്ങളെ ഏറ്റുപറയേണ്ടിടത്ത് ലജ്ജിക്കുമ്പോൾ ആ വിശ്വാസങ്ങളെ ഏറ്റെടുക്കുവാൻ തയ്യാറാവുന്ന അനേകർ ഈ സമൂഹത്തിലുണ്ട് കർത്താവേ. എന്നാൽ കർത്താവേ, അത്തരത്തിലുള്ള നാശത്തിൻ്റെയും നരകതുല്യമായ ഒരു ജീവിതത്തിൻ്റെയും അനുഭവക്കാരായി ഞങ്ങളെ തീർക്കരുതേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസ ജീവിതം അത് ദൈവഹിതത്തിനനുസൃതമായി പരിപോഷിപ്പിച്ചുകൊണ്ട് അനുദിനമുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗങ്ങളും കൂടുതൽ കൂടുതൽ ദൈവത്തെ അടുത്തറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവത്തെ അറിയുന്നതിനനുസരിച്ച് കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നവരായിരിക്കാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്തരത്തിൽ കർത്താവെ, അടിത്തറയുള്ള ഒരു വിശ്വാസ ജീവിതം പടുത്തുയർത്തുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇടവകയിലെ ജനങ്ങളെയും പ്രത്യേകമായി ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കോവിഡിൻ്റെതായ പ്രയാസങ്ങളുള്ളവരുണ്ട്. പലവിധമായ ജീവിത പ്രയാസങ്ങൾ, സാഹചര്യങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന എല്ലാം ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ പലവിധമായ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും കാവലും കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് നൽകി തന്ന എല്ലാ ദൈവകൃപയ്ക്കുമായി സ്തോത്രം. അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശു കർത്താവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും കാവലും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും കാലാവസാനം കൂടാതെ ഇരിക്കുമാറാവട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഈ മനോഹരമായ ആരാധനയിൽ പങ്കുചേരുവാൻ ലഭിക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് കോവിഡിൻ്റെ വ്യാപനം വീണ്ടും ഒരു ഭീഷണിയായിട്ട് നിലനിൽക്കുമ്പോൾ സുരക്ഷിതരായി വേണ്ട എല്ലാ മുൻകരുതലുകളോടും പാലിക്കുവാനായിട്ട് എല്ലാ സഭാജനങ്ങളോടും പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുന്നു, അഭ്യർത്ഥിക്കുന്നു. സുരക്ഷിതരായി ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയും ചെയ്യുന്നു. നമ്മളുടെ ഇടവകയുടെ എല്ലാ കാര്യങ്ങളും വളരെ അനുഗ്രഹമായിട്ട് മുൻപോട്ട് പോകുവാൻ ദൈവം
സഹായിക്കുന്നു. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7 മണിക്ക് വിശുദ്ധ സംസർഗ ശുശ്രൂഷ ആരാധന നടത്തപ്പെടുന്നു. ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക് വിശുദ്ധ സംസർഗ ശുശ്രൂഷ ആരാധന നടത്തപ്പെടുന്നുണ്ട്. മുൻകൂട്ടി അറിയിക്കുന്ന 15 പേർക്കാണ് ഈ ആരാധനകളിൽ സംബന്ധിക്കുവാനായിട്ടുള്ള അവസരം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ അറിയിപ്പുകൾ ലഭിക്കുന്ന അനുസരിച്ച് ഇടവപ്പെട്ടക്കാരെ വിളിച്ച് അറിയിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ വ്യാഴാഴ്ച വൈകുന്നേരം 8 മണിക്ക് നമ്മുടെ സ്ത്രീജന സഖ്യത്തിൻ്റെ പ്രാർത്ഥന നടത്തപ്പെടുന്നു. ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഏരിയ പ്രാർത്ഥനകൾ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും 2 ഏരിയകളായിട്ട് തിരിച്ചുകൊണ്ട് നാം ആരാധന നടത്തപ്പെടുന്നുണ്ട്. എല്ലാവരെയും ഈ ആരാധനകൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം, ഓൺലൈൻ പ്രാർത്ഥനയിൽ പങ്കുചേരണം എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വളരെ പ്രയാസത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, ഏറെ കുടുംബങ്ങൾ 2 ഏരിയകളായിട്ട് തിരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 150-ന് മുകളിൽ കുടുംബങ്ങൾ നമുക്കുണ്ട് ഓരോ ഏരിയയിലും. എന്നാൽ 30, 35, 40 താഴെയുള്ള അംഗങ്ങൾ മാത്രമേ ഈ പ്രാർത്ഥനകളിൽ പങ്കുചേരുന്നുള്ളൂ എന്നുള്ളത് സങ്കടമാണ്. ഇന്ന് ഞാൻ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മളുടെ വിശ്വാസം ഇന്ന് ശോഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആരാധനയിലും പ്രാർത്ഥനകളിലും ഒക്കെയുള്ള താല്പര്യവും അതിനുള്ള മനോഭാവവും ഒക്കെ വളരെ നാം ഒന്ന് പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് എങ്ങും വീട്ടിൽ നിന്ന് എങ്ങും പോകേണ്ട ആവശ്യമില്ല. നാം ഇരിക്കുന്ന ഭവനത്തിൽ തന്നെ നമ്മുടെ വൈകുന്നേര സമയമാണ് നാം ഈ പ്രാർത്ഥനകൾക്കുള്ള സമയമായി വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളും വളരെ ഗൗരവത്തോടെ ഈ കാര്യത്തെ കാണണം. ഈ പ്രാർത്ഥനകളിൽ പങ്കുചേരുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഞായറാഴ്ച, അതായത് ഇന്ന് നമ്മളുടെ ദശാംശ ഞായറായിട്ട് പ്രത്യേകമായിട്ട് നമ്മുടെ കനിവിൻ്റെ സമർപ്പണ ഞായറാണല്ലോ. അതിൻ്റെ കവറുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ദശാംശം അതിനുള്ളിൽ സമർപ്പിച്ച് ആ കനിവിൻ്റെ കവറുകൾ നമ്മുടെ കപ്പ്യാരുമാർ കൈവശം കൊടുത്തയക്കുകയോ അല്ലെങ്കിൽ ഇടവപ്പെട്ടക്കാരെ ഏൽപ്പിക്കുകയോ ചെയ്യണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം അടുത്ത ഞായറാഴ്ച നമ്മളുടെ പ്രതിഷ്ഠാദിനത്തിൻ്റെ കവറുകൾ നിങ്ങളുടെ അടുത്ത ആഴ്ച നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിക്കുന്നതാണ്. നിങ്ങളുടെ ഉദാരമായ സംഭാവനകൾ അതിനുള്ളിൽ സമർപ്പിച്ച് ദേവാലയത്തിൽ സമർപ്പിക്കണം എന്ന് പ്രത്യേകം, അതിനുള്ളിൽ അടക്കം ചെയ്ത് ദേവാലയത്തിൽ സമർപ്പിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ പ്രതിഷ്ഠാദിനത്തിലെ കവറിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് നാം നമ്മുടെ മിഷണറിമാർക്ക് സന്ധിപ്പിനായിട്ട് നൽകുന്നത്. നമുക്കറിയാം, നാം ഏറെ മിഷണറിമാരെ നാം സന്ധിക്കുന്നുണ്ട് എല്ലാ വർഷവും. അതുകൊണ്ട് ഈ കോവിഡിൻ്റെ പ്രതിസന്ധിയിലും അവരുടെ ശുശ്രൂഷകൾ അവർ നിർവഹിക്കുമ്പോൾ അവർക്ക് കൈത്താങ്ങൽ നൽകേണ്ടത്, അവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഈ പ്രതിഷ്ഠാദിനത്തിൽ എല്ലാ സഭാംഗങ്ങളുടെയും ഭാഗത്തു നിന്ന് നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും അനുഗ്രഹത്തോടെ ദൈവം എല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.